ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ 10ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള ബയോളജിയിലെ ക്ലാസ്സുകളാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററി, ജോഗ്രഫി പാർട്ടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ ന്യൂ സിലബസ് പ്രകാരമുള്ള ജീവശാസ്ത്രം അഥവാ ബയോളജി മേഖലയിലാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക്, പലർക്കും ഇത് കാണാത്ത ടെക്സ്റ്റ് ബുക്കാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒന്ന് പരിചയപ്പെടുകയാണ്. നമ്മുടെ ഫസ്റ്റ് ഒരു കിളിയുടെ പടമൊക്കെ വന്നിട്ടുണ്ട്. മരക്കമ്പിൽ ഒരു കിളി ഇരിക്കുന്ന പടമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ജീവശാസ്ത്രം, ഇപ്പോൾ സ്റ്റാൻഡേർഡ് 10 ഭാഗം 1 അങ്ങനെ കുറേ അധികം വിവരങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുറ പോലെ ദേശീയ ഗാനം നൽകിയിട്ടുണ്ട്. അതുപോലെ പ്രതിജ്ഞ, അങ്ങനെ ഓരോ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് SCERTയുടെ കാര്യങ്ങളൊക്കെ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി പ്രിയപ്പെട്ട കൂട്ടുകാരെ, തൻ്റെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് അന്വേഷിക്കാനും സ്വാനുഭവങ്ങളിലൂടെ അറിവ് നിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെടാനും ശാസ്ത്ര പഠനം സഹായിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു പാരഗ്രാഫ് ഇവിടെ നമ്മുടെ SCERTയുടെ തന്നെ ഡോക്ടർ ജയപ്രകാശ് RK, നമ്മുടെ SCERT കേരളത്തിലെ ഡയറക്ടറാണ് അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതുപോലെ പാഠപുസ്തക രചനയിൽ പങ്കെടുത്തവർ ആരൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ അഡ്വൈസർ, അതുപോലെ ചെയർപേഴ്സൺ, വിദഗ്ധർ, അതിൽ പങ്കെടുത്ത അംഗങ്ങൾ, ഇതെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി അക്കാദമിക് കോർഡിനേറ്റർ എന്ന് പറയുന്നത് ശ്രീമതി സുജിത V, റിസർച്ച് ഓഫീസർ SCERT ആണ്. അതുപോലെ സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി, അതാണ് SCERTയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളടക്കം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് പ്രധാനമായിട്ടും ഈ 10ാം ക്ലാസ്സിലെ SCERT ഭാഗം 1 ജീവശാസ്ത്രം ഭാഗം 1 3 ചാപ്റ്ററാണ് ഉള്ളത്. അതിലൊന്നാമത്തെ ചാപ്റ്റർ ജീവൻ്റെ ജനിതകം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഒന്നാമത്തെ ചാപ്റ്റർ ജീവൻ്റെ ജനിതകം. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പരിണാമത്തിൻ്റെ വഴികൾ എന്നതാണ്. പരിണാമത്തിൻ്റെ വഴികൾ. ഇനി മൂന്നാമത്തത് സംവേദനങ്ങൾക്ക് പിന്നിൽ. ഇങ്ങനെ ആകെ 3 ചാപ്റ്റർ മാത്രമേ ഈ പാർട്ട് 1 തന്നിട്ടുള്ളൂ. പക്ഷേ ഈ 3 ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ്റെ ജനിതകം 7ാമത്തെ പേജ് തുടങ്ങി 34ാമത്തെ പേജ് വരെ ഈ ജീവൻ്റെ ജനിതകമാണ്. അപ്പോൾ ഏകദേശം ഒരു 28 പേജോളം ഇത് ഉണ്ട്. അതുപോലെ പരിണാമത്തിൻ്റെ വഴികൾ, അത് 35 മുതൽ 70 പേജുകൾ വരെ അതിൽ കാണാം. ഏകദേശം അതും ഒരു 35 പേജുണ്ട്. അടുത്ത് സംവേദങ്ങൾക്ക് പിന്നിൽ. അങ്ങനെ 3 ചാപ്റ്റർ മാത്രമേ നമുക്കിവിടെ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിത് പാർട്ടായിട്ട് എടുക്കാൻ കഴിയുകയുള്ളൂ. അത്രത്തോളം ലോങ് ആയിട്ടുള്ള ഓരോ ചാപ്റ്ററും വലിയ ലോങ് ആയിട്ടുണ്ട്. ഇനി പഠന സൗകര്യത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന ചിഹ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ, അതുപോലെ കുട്ടികൾക്ക് വിലയിരുത്താം, തുടർ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ അതുപോലെ അന്വേഷിക്കാം, തുടർ വായനയ്ക്ക്, വിലയിരുത്തലിന് വിധേയമാക്കേണ്ടതില്ല, ഇങ്ങനെ ഓരോ ചിത്രങ്ങളും തന്നിട്ട് കുറേ അധികം കാര്യങ്ങൾ ഇതിൽ തന്നിട്ടുണ്ട്. അത് കുട്ടികൾ അന്വേഷിച്ച് കണ്ടെത്താനുള്ളത്. ഇനി നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണഘടനയിലെ ആമുഖം തന്നിട്ടുണ്ട്. ഇവിടെ ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയ പ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാമിടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ
നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഞാനിത് വായിച്ചത് വേറൊന്നുമല്ല, നമ്മുടെ ഭരണഘടന നമ്മൾ കൂടുതലും രാഷ്ട്രതന്ത്രം പഠിക്കുമ്പോൾ നമുക്ക് ഇത് അത്യാവശ്യമാണ്. കാരണം ഭരണഘടനയെക്കുറിച്ച്, അതിൻ്റെ ആമുഖത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്താണ് എന്ന് നാം ഓരോരുത്തരും അറിയണം. ഇത് PSCയും ചോദിക്കുന്നതാണ്. അപ്പോൾ ആ മേൽ പറഞ്ഞതിൻ്റെ വകുപ്പുകളും അതിൻ്റെ ഭേദഗതികളും ഒക്കെ ഇതിൽ 1976 ഭരണഘടന 42 ഭേദഗതി ആക്ട് 2 വകുപ്പ് പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം ചേർത്തത് 3/1/1977 മുതൽ പ്രാബല്യം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക, ഈ ഡേറ്റുകളൊക്കെ. മേൽപ്പറഞ്ഞ ആക്ട് 2 വകുപ്പ് പ്രകാരം രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിന് പകരം ചേർത്തത് 3/1/1977 മുതൽ പ്രാബല്യം. അപ്പോൾ ഇത് ഓരോന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ച് പോവുക. അപ്പം നമുക്ക് സമയം കളയണ്ട, നമ്മൾ സമയം കളയാതെ നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മുടെ ജീവൻ്റെ ജനിതകം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ജീവൻ്റെ ജനിതകം. അപ്പം നമുക്ക് നോക്കാം. ജീൻ എഡിറ്റിങ്ങിൻ്റെ രീതിശാസ്ത്രം വികസിപ്പിച്ചതിന് രസതന്ത്ര നോബൽ. ഫസ്റ്റ് തന്നെ രസതന്ത്രത്തിന് നോബൽ പ്രൈസ് നേടിയ 2 വ്യക്തികളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ആരംഭിക്കുന്നത്. അപ്പം എന്താണ് ജീൻ എഡിറ്റിങ്ങിൻ്റെ രീതിശാസ്ത്രം വികസിപ്പിച്ചതിന് രസതന്ത്രത്തിന് നോബൽ ലഭിച്ചത് ആർക്കൊക്കെയാണ്? ജെന്നിഫർ എ ഡൗഡിനയ്ക്കും എമാനുവൽ കാർപെൻറ്റിയർക്കുമാണ് ഈ ഒരു രസതന്ത്രത്തിൻ്റെ ജീൻ എഡിറ്റിങ്ങിൽ രീതിശാസ്ത്രം വികസിപ്പിച്ചതിന് രസതന്ത്രത്തിന് നോബൽ ലഭിച്ചത്. ജീൻ എഡിറ്റിങ്ങിൻ്റെ രീതിശാസ്ത്രം നമുക്കതൊന്ന് വായിച്ചു പോകാം. ജീൻ എഡിറ്റിംഗ് മേഖലയിലെ സംഭാവനകൾക്ക് 2020 രസതന്ത്ര നോബൽ എമാനുവൽ കാർപെൻറ്റിയർ, ജെന്നിഫർ എ ഡൗഡിന എന്നിവർ പങ്കിട്ടു. ഇപ്പോൾ 2020 ഇവർക്ക് രസതന്ത്രത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. ജീൻ എഡിറ്റിംഗ് മേഖലയിലെ സംഭാവനകൾ മാനിച്ചുകൊണ്ടാണ് ഇവർക്ക് 2020 രസതന്ത്രത്തിന് നോബൽ സമ്മാനം കൊടുത്തത്. ഇവർക്ക് ആരൊക്കെയാണ്? എമാനുവൽ കാർപെൻറ്റിയറും ജെന്നിഫർ എ ഡൗഡിനെയുമാണ് ഈ ഒരു രസതന്ത്ര നോബൽ 2020 പങ്കിട്ടത്. DNA ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന ജീൻ എഡിറ്റിംഗ് പ്രക്രിയയ്ക്ക് ക്രിസ്റ്റഫർ കാസ് എന്ന സാങ്കേതിക വിദ്യ കണ്ടെത്തിയതിനാണ് പുരസ്കാരം. ഇത് ജനിതക രോഗചികിത്സയിലും ക്യാൻസർ ചികിത്സയിലും വിപ്ലവകരമായ പുരോഗതി ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കാനും ഇത് ഉപകരിക്കും. അപ്പോൾ ഇവർക്ക് 2020 രസതന്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് നോബൽ സമ്മാനം ലഭിച്ചതെന്ന് ചോദിച്ചാൽ DNA ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന ജീൻ എഡിറ്റിംഗ് പ്രക്രിയയ്ക്ക് ക്രിസ്പർ കാസ് 9 എന്ന സാങ്കേതിക വിദ്യ കണ്ടെത്തിയതിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇത് ജനിതക രോഗ ചികിത്സയിലും ക്യാൻസർ ചികിത്സയിലും വിപ്ലവകരമായ പുരോഗതി ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കാനും ഇത് ഉപകരിക്കും. അപ്പോൾ ക്രിസ്പർ കാസ് 9 എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് ഈ പറഞ്ഞത്. രോഗചികിത്സയിലും മറ്റും വിപ്ലവകരമായ മാറ്റങ്ങൾക്കിടയാകുന്ന സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ലേഖന ഭാഗം വായിച്ചുവല്ലോ. അപ്പോൾ ജീനിനെ കാണാൻ കൂടി കഴിയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇതിനെ എഡിറ്റ് ചെയ്യാനാകുക? അപ്പോൾ ഇവിടെ ഒരു കുട്ടി ഇതൊക്കെ വായിച്ചിട്ട് ആ കുട്ടിയുടെ ഒരു ചിന്ത പറയുന്നതാണ്, ജീനിനെ കാണാൻ കൂടി കഴിയില്ല, പക്ഷെ അതിനെ പിന്നെ എങ്ങനെയാണ് കാണാൻ കഴിയാത്തൊരു വസ്തുവിനെ പിന്നെ എങ്ങനെയാണ് എഡിറ്റ് കൂടി ചെയ്യാൻ കഴിയുക എന്നാണ് കുട്ടികളുടെ സംശയം. നിങ്ങൾക്കും ഈ സംശയം ഉണ്ടായില്ലേ? ശരിക്കും നമ്മളിത് വായിക്കുമ്പോൾ നമുക്കും ആ ഒരു സംശയം ഉണ്ടാകും അല്ലേ? അപ്പോൾ DNA എന്ന് പറയുമ്പം ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, അതാണ് DNA ഫുൾ ഫോം എന്ന് പറയുന്നത്. ഡിയോക്സി റൈബോ ന്യൂക്ലിയർ ആസിഡ് അതാണ് DNA. ജീൻ ഈ പറഞ്ഞ DNA, ജീൻ എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയാണ്
ജീൻ എഡിറ്റിങ്ങിലേക്ക് നയിച്ചത്. അപ്പോൾ ഇവരെ ജീൻ എഡിറ്റിങ്ങിലേക്ക് നയിച്ച കാര്യം എന്താണ്? DNA അതുപോലെ ജീൻ എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയാണ് അവരെന്ത് ചെയ്തത്? ഈ ജീൻ എഡിറ്റിംഗ് എന്ന പ്രക്രിയയിലേക്ക് നയിച്ചത്. DNA, ജീൻ എന്നിവയുടെ സ്ഥാനം, സൂക്ഷ്മഘടന എന്നിവ മനസ്സിലാക്കിയാലോ എന്നാണ് ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് DNA, ജീൻ ഇവയുടെയൊക്കെ സ്ഥാനം, അതുപോലെ ഇതിൻ്റെ സൂക്ഷ്മഘടന എന്നിവയെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ ചിത്രീകരണം 1:1 നിരീക്ഷിച്ച് DNAയുടെ സ്ഥാനം സംബന്ധിച്ച കുറിപ്പ് തയ്യാറാക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1 DNAയുടെ സ്ഥാനമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ DNA ഒരു കോശം ഉണ്ട്. അപ്പോൾ DNA ഈ ഒരു ഇതാണ് DNA കോശം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് DNA ആ ഒരു കോശം, ഇവിടെ പ്രത്യേകിച്ച് തന്നിട്ടുണ്ട്. ഇതാണ് കോശം. ഇനി ഈ കാണുന്നതാണ് ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയസ് ആണ് ഈ കാണുന്നത്, ന്യൂക്ലിയസ്. ഇനി ഇവിടെ തന്നിട്ടുണ്ട്, ഇതാണ് DNA ക്രോമസോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് DNA ക്രോമസോം. അപ്പോൾ ഈ കാണുന്ന ഏണി പോലെ കയറിപ്പോകുന്ന ഇതാണ് DNA എന്ന് പറയുന്നത്. അപ്പോൾ DNA എന്തൊക്കെയുണ്ട്? കോശമുണ്ട്, അതിലൊരു മർമ്മമുണ്ട് അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ ക്രോമസോം ഉണ്ട്, അതുപോലെ DNA ആക്കിയൊരു ഘടനയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പറഞ്ഞ DNA എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാധനം ഇതാണ് ന്യൂക്ലിയസ്. ഇനി DNA സ്ഥാനം നമ്മൾ കണ്ടു. അപ്പോൾ DNA സ്ഥാനം മനസ്സിലാക്കിയല്ലോ. DNA എന്ന ന്യൂക്ലിക് ആസിഡിൻ്റെ ഘടന അനാവരണം ചെയ്ത് ജീവശാസ്ത്ര പഠനങ്ങളിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടങ്ങളിലൊന്നായിരുന്നു. അപ്പോൾ ഈ DNA ഘടന അനാവരണം ചെയ്തത് ജീവശാസ്ത്ര പഠനത്തിലെ തന്നെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടങ്ങളിൽ ഒന്നായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി DNA ഘടന അഥവാ സ്ട്രക്ചർ ഓഫ് DNA, എന്താണ് DNA ഘടന എന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. നോക്കാം. 1953 ഏതാ ഡേറ്റ് ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളണം. 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും DNA ചുറ്റുഗോവണി മാതൃക വികസിപ്പിച്ചു അല്ലെങ്കിൽ അവതരിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഡബിൾ ഹെലിക്സ് മോഡൽ, അതാണ് നമ്മൾ ഈ കണ്ട ഈ ഒരു മാതൃക. ഇതാണ് DNA ചുറ്റുഗോവണി മാതൃക എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് DNA ചുറ്റുഗോവണി, ഒരു ഏണിയുടെ മാതൃക. അപ്പോൾ ഇത് വികസിപ്പിച്ചത് ആരാണ്? 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്നിട്ടാണ് DNA ചുറ്റുഗോവണി മാതൃക അവതരിപ്പിച്ചത്. റോസലിൻഡ് ഫ്രാങ്ക്ലിൻ, മോറിസ് വിൽക്കിൻസ് എന്നിവരുടെ എക്സ്റേ പഠനങ്ങളെ ആസ്പദമാക്കിയാണ് DNA ഘടന ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും നിർദ്ദേശിച്ചത്. അപ്പോൾ ഈ ജെയിംസ് വാട്സൺ ഫ്രാൻസിസ് ക്രിക്കും കൂടി ചേർന്നിട്ട് നമ്മുടെ DNA ഘടന നിർദ്ദേശിച്ചത് ആരുടെ പഠനങ്ങളെ ആസ്പദമാക്കിയാണ്? നമ്മൾ പറഞ്ഞ റോസലിൻഡ് ഫ്രാങ്ക്ലിനും മോറിസ് വിൽക്കിൻസ് ഇവരുടെ എക്സ്റേ പഠനങ്ങളെ. അപ്പോൾ എക്സ്റേ പഠനങ്ങൾ ആരാ നടത്തിയത്? റോസലിൻഡ് ഫ്രാങ്ക്ലിനും അതുപോലെ മോറിസ് വിൽക്കിൻസും. ഈ മോറിസ് വിൽക്കിൻസിൻ്റെയും റോസലിൻഡ് ഫ്രാങ്ക്ലിൻ്റെയും എക്സ്റേ പഠനങ്ങളെ ആസ്പദമാക്കി DNA ഘടന നിർദ്ദേശിച്ചത് ആരൊക്കെ ചേർന്നിട്ടാണ്? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്നിട്ടാണ്. റോസലിൻഡ് ഫ്രാങ്ക്ലിൻ എടുത്ത DNA എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രങ്ങളിൽ പ്രശസ്തമായ ഫോട്ടോ 51 എന്ന ചിത്രത്തിൽ നിന്നാണ് ഈ കണ്ടെത്തലിനിടയാക്കിയ നിർണായക വിവരങ്ങൾ ലഭിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആരെടുത്ത ഈ ഫോട്ടോ 51 എന്ന് പറയുന്ന ചിത്രം ഈ കാണുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വിവരങ്ങൾ ലഭിച്ചത് ഈ ഒരു ഫോട്ടോ എടുത്തിരിക്കുന്ന റോസലിൻഡ് ഫ്രാങ്ക്ലിനാണ്. അപ്പോൾ റോസലിൻഡ് ഫ്രാങ്ക്ലിൻ എടുത്ത DNA എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രമാണ് ഈ തന്നിരിക്കുന്നത്. ഇതാണ് ആ ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രം. ഇതാണ് റോസലിൻഡ് ഫ്രാങ്ക്ലിൻ എടുത്തത്. അപ്പോൾ ഇതിൽ നിന്നാണ് എന്ത് ചെയ്തത്? ഇവരുടെ കണ്ടെത്തലിനിടയാക്കിയ നിർണായക വിവരങ്ങൾ ലഭിച്ച് നമ്മുടെ വാട്സണും ക്രിക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചത് ഈ ഒരു ഫോട്ടോ 51 നിന്നാണ്.
1958 റോസലിൻ ഫ്രാങ്ക്ലിൻ 37-ാം വയസ്സിൽ അന്തരിച്ചു. അപ്പോൾ റോസലിൻ ഫ്രാങ്ക്ലിൻ എന്താണ്, തൻ്റെ നല്ല പ്രായത്തിൽ 37-ാമത്തെ വയസ്സിലാണ് അവരെന്ത് ചെയ്തത്, 1958 ഈ റോസലിൻ ഫ്രാങ്ക്ലിൻ അന്തരിക്കുന്നത്. അപ്പോൾ ഇത് അവർ DNA ഡിഫ്രാക്ഷൻ, എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രമൊക്കെ എടുത്തു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവർ പക്ഷേ എന്ത് ചെയ്തു, അവർക്ക് അധികം ആയുസ്സൊന്നും ഉണ്ടായിരുന്നില്ല, 37-ാമത്തെ വയസ്സിൽ ഇവരങ്ങ് അന്തരിച്ചു. അങ്ങനെ DNA ചുറ്റുഗോവണി മാതൃക കണ്ടെത്തിയതിന് ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, മോറിസ് വിൽക്കിൻസ് എന്നിവർക്ക് 1962 മെഡിസിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. അപ്പോൾ 1962 ആർക്കൊക്കെയാ, 3 ആളുകൾക്കാണ്, ജെയിംസ് വാട്സൺ, അതുപോലെ ഫ്രാൻസിസ് ക്രിക്ക്, മോറിസ് വിൽക്കിൻസ്, ഇവർക്ക് 3 പേർക്കും കൂടി 1962 മെഡിസിൻ എന്ത് കിട്ടി, നോബൽ സമ്മാനം ലഭിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് കിട്ടിയത്, DNA ചുറ്റുഗോവണി മാതൃക കണ്ടെത്തിയതിന്. ഇവരാണ് ആ പറഞ്ഞ വ്യക്തികളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റോസലിൻ ഫ്രാങ്ക്ലിൻ ഇതാണ്, അവർ 37-ാമത്തെ വയസ്സിൽ അന്തരിച്ചു. ഇനി ഇതാണ് മോറിസ് വിൽക്കിൻസ്, ഇത് ഫ്രാൻസിസ് ക്രിക്കാണ്, ഇതാണ് ജെയിംസ് വാട്സൺ. ഇവർ 3 പേരും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്, നമ്മുടെ DNA ആ ഒരു ചുറ്റുഗോവണി മാതൃക നിർദ്ദേശിച്ചത്. ഇനി അപ്പോൾ ചിത്രീകരണം 1, 2 വിശകലനം ചെയ്ത് DNA ഘടന സംബന്ധിച്ച ധാരണ കൈവരിച്ച് വർക്ക്ഷീറ്റ് പൂർത്തിയാക്കാൻ കുട്ടികൾക്ക് ഉള്ള വർക്കാണ് കേട്ടോ. പഞ്ചസാര, ഫോസ്ഫേറ്റ് എന്നിവ ചേർന്നുണ്ടാകുന്നു ഈ ഇഴകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ തന്നിട്ടുണ്ട് ഓരോ ഇതും. അപ്പോൾ ഈ ഒരു നീല ഇതിൽ കാണിച്ചിരിക്കുന്നത് അതിൽ പഞ്ചസാര തന്മാത്രകൾ, ഫോസ്ഫേറ്റ് തന്മാത്രകളും തന്നിട്ടുണ്ട്. ഇനി ഇവിടെ പടികൾ ഓരോന്നും എങ്ങനെയാണ്, നൈട്രജൻ ബേസുകൾ ജോഡി ചേർന്നുണ്ടാകുന്നതാണ് ഈ ഓരോ പടികളും എന്ന് പറയുന്നത്. അപ്പോൾ ഈ പടികൾ എന്ന് പറയുന്നത് എന്താണ്, നൈട്രജൻ ബേസുകൾ ജോഡി ചേർന്നാണ് ഈ ചുറ്റുഗോവണി മാതൃകയിലെ ഈ പടികൾ. ഇതിൽ 2 കണ്ടില്ലേ, ഒന്ന് ഇപ്പം നീലയാണെങ്കിൽ ഒന്ന് ചുവപ്പ്. അപ്പോൾ ഇത് ഓരോ നൈട്രജൻ ബേസുകൾ ചേർന്നിട്ടാണ്, ഇവിടെയും അതുപോലെ 2 ചേർന്നിട്ട് അങ്ങനെ ഈ ഓരോ പടികളിലും ഇതുപോലെ നൈട്രജൻ ബേസുകൾ ജോഡി ചേർന്നാണ് ഉണ്ടാകുന്നത്. ഇനി DNA ചുറ്റുഗോവണി മാതൃകയാണ് അപ്പോൾ നമ്മളിവിടെ കണ്ടത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ട്, ഇനി ഇവിടെ ഓരോന്നും തന്നിട്ടുണ്ട്. ഇതിൽ എ എന്ന് പറയുന്നത്, ഇവിടെ ഈ ഒരു കളറിൽ തന്നിരിക്കുന്ന എ എന്ന് പറയുന്നത് അഡിനിനാണ്. നൈട്രജൻ ബേസുകൾ എന്ന് പറയുമ്പം DNA നൈട്രജൻ ബേസുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അഡിനിൻ, തൈമിൻ, ഗോനിൻ, സൈറ്റോസിൻ. അപ്പോൾ അഡിനിൻ ഉണ്ട്, തൈമിൻ ഉണ്ട്, ഗ്വാനിൻ ഉണ്ട്, സൈറ്റോസിൻ ഉണ്ട്. ഈ 4 നൈട്രജൻ ബേസുകൾ ചേർന്നിട്ടാണ് DNA ചുറ്റുഗോവണി മാതൃക നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. എന്താണ്, ഇവിടെ ഇത് ഒരെണ്ണം, ഈ ഒരു കളറ്, ഇത് ഈ എ കൊടുത്തിരിക്കുന്ന ഇതാണ് ഏത്, അഡിനിൻ എന്ന് പറയുന്നത്. അപ്പോൾ അഡിനിൻ എവിടെയൊക്കെ ഉണ്ട് എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, കണ്ടെത്താൻ സാധിക്കും, അഡിനിൻ. അപ്പോൾ അതുപോലെ തൈമിൻ എന്ന് പറയുമ്പം എന്താണ്, ഈ ഒരു റെഡ് കളറിലുള്ളതാണ് തൈമിൻ. അപ്പോൾ ഇവിടെ ഈ അഡിനിൻ, തൈമിൻ, ഈ ഒരു 3 ഈ ഒരു ഇത് ചേർന്നതാണ്. ഈ 4 അഡിനിനും തൈമിനും ചേർന്നതാണ്. ഇനി അടുത്ത് ഈ ഒരു കളറ്, അതാണ് എന്ത്, ഗ്വാനിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗോനിനാണ് ഈ ഒരു വയലറ്റ് കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അഥവാ സൈറ്റോസിൻ എന്ന് പറയുന്ന ഈ ഒരു യെല്ലോ കളറിൽ വരുന്നതാണ് സൈറ്റോസിൻ. അപ്പോൾ ഇതാണ് നമ്മുടെ നൈട്രജൻ ബേസുകൾ ചേരുന്ന ഒരു പടികൾ എന്ന് പറയുന്നത്. ഈ ഒരു ഇതാണ്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, പഞ്ചസാര തന്മാത്ര ഈ ഒരു ബ്ലൂവിൽ ഇതാണ്, ഇതെല്ലാം പഞ്ചസാര തന്മാത്രകളാണ്. ഇതൊക്കെയാണ് പഞ്ചസാര തന്മാത്രകൾ. അതിലെ ഫോസ്ഫേറ്റ് തന്മാത്രയും പഞ്ചസാര തന്മാത്രയുമാണ് ഉള്ളത്. പഞ്ചസാര തന്മാത്രകൾ, ഫോസ്ഫേറ്റ് തന്മാത്രകൾ. അപ്പോൾ ഇതാണ് നമ്മുടെ DNA ചുറ്റുഗോവണി മാതൃക എന്ന് പറയുന്നത്. ഇനി ന്യൂക്ലിയോടൈഡിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
ഇനി ഇവിടെ ഈ കാണിച്ചിരിക്കുന്നതിൽ ഈ ഒരു ബ്ലൂ കളറിലുള്ളത് പഞ്ചസാര തന്മാത്രകളും ഈ ഒരു യെല്ലോ കളറിൽ മഞ്ഞ കളറിൽ തന്നിരിക്കുന്നത് ഫോസ്ഫേറ്റ് തന്മാത്രയാണ്. അപ്പോൾ ഇത് എന്താണ്, ഇതാണ് പഞ്ചസാര തന്മാത്ര, ഇത് ഫോസ്ഫേറ്റ് തന്മാത്ര. ഇങ്ങനെയാണ് ഇതിൽ ഓരോന്നും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇനി ന്യൂക്ലിയോടൈഡിനെ കുറിച്ചാണ് പറയുന്നത്. DNA അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ഈ ന്യൂക്ലിയോടൈഡുകൾ എന്ന് പറയുന്നത്. അപ്പം ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് DNA അടിസ്ഥാന നിർമ്മാണ ഘടകം. ഓരോ ന്യൂക്ലിയോടൈഡും ഒരു ഡീഓക്സി റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നീ ഘടകങ്ങളാൽ നിർമ്മിതമാണ്.
അപ്പോൾ ഇവിടെ ഒരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട്. DNA ഇഴകളുടെ എണ്ണം എത്ര? അപ്പോൾ DNA ഇഴകളുടെ എണ്ണം 2 ഇഴകൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ നമ്മൾ പറഞ്ഞു പഞ്ചസാര, അതുപോലെ ഫോസ്ഫേറ്റ് തന്മാത്ര, പഞ്ചസാര തന്മാത്രയും ഫോസ്ഫേറ്റ് തന്മാത്ര എന്നിവ ഉപയോഗിച്ചാണ് DNA ഈ ഒരു ഇഴകൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം. അപ്പോൾ എന്താണ് പഞ്ചസാര, അതുപോലെ ഏതാണ് ഫോസ്ഫേറ്റ് തന്മാത്രകൾ, പഞ്ചസാര തന്മാത്രയും ഫോസ്ഫേറ്റ് തന്മാത്രയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പടികൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പടികൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്ര. അപ്പോൾ DNA പടികൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ എന്ന് പറയുന്നത് 4 തന്മാത്രകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊക്കെയാണ്? അഡിനിനും, തൈമിനും, ഗുവാനിനും, സൈറ്റോസിൻ, ഇങ്ങനെ 4 തന്മാത്രകൾ ചേർന്നിട്ടാണ് ഈ ഒരു DNA പടികൾ നിർമ്മിച്ചിരിക്കുന്നത്. വിവിധ തരം നൈട്രജൻ ബേസുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. പ്രധാനപ്പെട്ട നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്? നമ്മൾ ആ പറഞ്ഞ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നിവയാണ് നൈട്രജൻ ബേസിൻ എന്ന് പറയുന്നത്. ഇനി ഈ പടികൾ രൂപപ്പെടുന്ന വിധം എങ്ങനെയാണ് പടികൾ രൂപപ്പെടുന്നത് എന്ന് നമ്മളിവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. പടികൾ നൈട്രജൻ ബേസുകൾ ജോഡി ചേർന്നാണ് പടികൾ രൂപപ്പെടുന്നത്. നൈട്രജൻ ബേസുകൾ ജോഡി ചേർന്നാണ് ഓരോ പടിയും രൂപപ്പെടുന്നത്. നൈട്രജൻ ബേസുകൾ ജോഡി ചേരുന്ന വിധം എങ്ങനെയാണ്? നൈട്രജൻ ബേസുകൾ ജോഡി ചേരുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഓരോ അഡിനിൻ, ഇപ്പോൾ നമ്മൾ ഇവിടെ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ അഡിനിൻ, തൈമിൻ, ഇപ്പോൾ ആദ്യത്തെ പടി അഡിനിൻ, തൈമിൻ, രണ്ടാമത് നോക്കുമ്പോൾ ഗ്വാനിൻ, സൈറ്റോസിൻ, വീണ്ടും അഡിനിൻ, തൈമിൻ, അങ്ങനെ ഓരോ ജോഡി ചേർന്നിട്ടാണ് നൈട്രജൻ ബേസുകൾ രൂപം കൊള്ളുന്നത്. ഇനി ന്യൂക്ലിയോടൈഡിലെ തന്മാത്രകൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ന്യൂക്ലിയോടൈഡിലെ തന്മാത്രകൾ ഒരു ഫോസ്ഫേറ്റ് തന്മാത്ര, അതുപോലെ പഞ്ചസാര തന്മാത്ര എന്നിവയാണ് ഈ ന്യൂക്ലിയോടൈഡിലെ തന്മാത്രകൾ എന്ന് പറയുന്നത്. അപ്പോൾ DNA ഘടന നമ്മൾ പൂർത്തിയാക്കി. ഇനി ലഭ്യമായ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് കുട്ടികൾക്കാണ് DNA ചുറ്റുഗോവണി മാതൃക തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ പഞ്ചസാരയും DNA പഞ്ചസാര തന്മാത്രയും എപ്രകാരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി DNA വലുപ്പത്തെക്കുറിച്ചാണ് പറയുന്നത്. DNA വലുപ്പം, ഓരോ ക്രോമസോമിലെയും DNAക്ക് ഏകദേശം 2 ഇഞ്ച് അഥവാ 5 സെൻറ്റിമീറ്റർ നീളമുണ്ടാകും. അപ്പോൾ DNA ഓരോ ക്രോമസോമിലെയും DNAക്ക് എത്ര വലുപ്പമാ അല്ലെങ്കിൽ നീളമാ ഉണ്ടാകുന്നത്? 2 ഇഞ്ച് അഥവാ 5 സെൻറ്റിമീറ്റർ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് 2 ഇഞ്ച് എന്ന് തരാം, ചിലപ്പോൾ 5 സെൻറ്റിമീറ്റർ എന്ന് തരാം. അപ്പോൾ അത് രണ്ടും പഠിച്ച് വെച്ചിരിക്കണം. DNA ഏകദേശം DNAക്ക് ഇത്ര നീളമാണുള്ളത്, 2 ഇഞ്ച് അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ നീളം. ഒരു മനുഷ്യകോശത്തിലെ 46 ക്രോമസോമുകളിലെയും DNAകൾ ചേർന്നാൽ ഏകദേശം 6 അടി നീളം വരും. അതായത് 2 മീറ്റർ നീളം വരും, 2 മീറ്റർ നീളം വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ മനുഷ്യകോശത്തിലെയും, അല്ലെങ്കിൽ ഒരു മനുഷ്യകോശം എടുക്കുകയാണെങ്കിൽ ആ മനുഷ്യകോശത്തിൽ 46 ക്രോമസോമുകളുണ്ട്. ഈ 46 ക്രോമസോമുകളിലെയും DNAകൾ ചേർന്നാൽ എന്ത് സംഭവിക്കും? അത് 46 DNAകളൂടി ചേർന്ന് കഴിയുമ്പോൾ 46 ക്രോമസോമുകളിലെയും DNA ചേർന്നാൽ ഏകദേശം 6 അടി നീളമുണ്ടാവും, അതായത് 2 മീറ്റർ വരും. മനുഷ്യ ശരീരം ട്രില്യൺ 1,00,000 കോടി കണക്കിന് കോശങ്ങളാൽ നിർമ്മിതമാണ്. അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ കാണാൻ പല രീതിയിൽ, പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഉള്ള ആളുകളാണല്ലേ. പക്ഷേ ഇവരുടെ മനുഷ്യ ശരീരത്തിൽ എത്രയാ? 1,00,000 കോടി അഥവാ ട്രില്യൺ കണക്കിന് കോശങ്ങളാൽ നിർമ്മിതമാണ്. അപ്പോൾ ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1,00,000 കോടിയാണ്. അപ്പോൾ ഈ ട്രില്യൺ കണക്കിന് കോശങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. എല്ലാ കോശത്തിലെയും DNAകളെ കൂട്ടിയോജിപ്പിച്ചാൽ അത് ഏകദേശം 67 ബില്യൺ, അതായത് 1 ബില്യൺ എന്ന് പറയുന്നത് 100 കോടിയാണ്, 67 ബില്യൺ മൈൽ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ കോശത്തിലെയും DNAകളെ നമ്മൾ കൂട്ടി യോജിപ്പിക്കുകയാണ്. ഇങ്ങനെ വെച്ച് വരുമ്പോൾ അതിന് എത്രയാ?
അതെല്ലാം കൂടി ഏകദേശം 67 ബില്യൺ, 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി, 67 ബില്യൺ മൈൽ വരും. ഇത് ഭൂമിയെ 2 ദശലക്ഷത്തിലധികം തവണ ചുറ്റാൻ പര്യാപ്തമാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഭൂമിയെ 2 ദശലക്ഷത്തിലധികം തവണ ചുറ്റാൻ പര്യാപ്തമാണ് ഈ ഒരു മനുഷ്യ ശരീരത്തിലെ ഈ പറഞ്ഞ കോശങ്ങളെല്ലാം കൂടി, നമ്മൾ ഈ കോശത്തിലെ DNA കൂടി ഇങ്ങനെ കൂട്ടിയോജിപ്പിക്കുമ്പം നമ്മുടെ ഭൂമിയെ 2 ദശലക്ഷത്തിലധികം തവണ ചുറ്റാൻ പര്യാപ്തമായ വിധത്തിൽ ഇത് നീളം വരും എന്നാണ് പറയുന്നത്. അതായത് 67 ബില്യൺ, 1 ബില്യൺ 100 കോടി. അപ്പോൾ 67 ബില്യൺ എന്ന് പറയുമ്പം എത്രയാണ്? 67 100 ചേരുന്ന കോടി ആവും. ഇത്രയും വലിയ DNA കുഞ്ഞു കോശങ്ങളിലെ ക്രോമസോമുകളിൽ ഉൾക്കൊള്ളിക്കുന്നത് എങ്ങനെ? അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട് എന്താണ്, ഇത്രയും നീളമുള്ള വലിയ DNA നമ്മുടെ കുഞ്ഞു കോശങ്ങളിലെ ക്രോമസോമുകളിൽ ഉൾക്കൊള്ളിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടിയുടെ സംശയം പോലെ തന്നെ നമുക്കും ഒരു സംശയമില്ലയോ? അപ്പോൾ അതാണ് ചിത്രീകരണം 1, 3, വിവരണം എന്നിവ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് കുട്ടിയുടെ സംശയത്തിന് ഉത്തരം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളുടെ DNA ഇവിടെ തന്നിട്ടുണ്ട്. DNAയിലെ ക്രോമസോം ഘടനയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് DNAയുടെ ക്രോമസോം ഘടന, ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രത്തിൻ്റെ സഹായത്തോടെ നമുക്ക് ആ DNAയിലെ ക്രോമസോം ഘടന ഒന്ന് നോക്കാം. ആദ്യം എന്താണ് ക്രോമസോം എന്ന് ഇവിടെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്, അത് പറയാം. DNA-യും ഹിസ്റ്റോണുകൾ എന്ന പ്രോട്ടീനുകളുമാണ് മുഖ്യമായും ക്രോമസോമിലുള്ളത്. അപ്പോൾ ക്രോമസോം എന്ന് പറഞ്ഞാൽ ക്രോമസോമിൽ എന്തൊക്കെയുണ്ട്? DNA ഉണ്ട്, അതുപോലെ ഹിസ്റ്റോണുകൾ. അപ്പോൾ ക്രോമസോം എന്ന് പറഞ്ഞാൽ DNA-യും ഹിസ്റ്റോണുകൾ എന്ന പ്രോട്ടീനുകളുമാണ് മുഖ്യമായും ക്രോമസോമിലുള്ളത്. 8 ഹിസ്റ്റോണുകൾ ഒന്നിച്ച് ചേർന്ന് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ രൂപപ്പെടുന്നു. അപ്പോൾ 8 ഹിസ്റ്റോണുകൾ ഒന്നിച്ച് ചേർന്നാൽ എന്തുണ്ടാകുന്നു? ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ രൂപപ്പെടുന്നു. അപ്പോൾ ഹിസ്റ്റോൺ ഒക്ടാമർ രൂപപ്പെടുന്നത് 8 ക്രോമസോമുകൾ അല്ലെങ്കിൽ 8 ഹിസ്റ്റോണുകൾ ഒന്നിച്ച് ചേർന്നിട്ടാണ് ഹിസ്റ്റോൺ ഒക്ടാമർ രൂപപ്പെടുന്നത്. ഈ ഒക്ടാമറിനെ DNA ഇഴകൾ വലയം ചെയ്ത് ന്യൂക്ലിയോസോം എന്ന ഘടനയുണ്ടാകുന്നു. നമ്മൾ പറഞ്ഞതുപോലെ ഹിസ്റ്റോൺ ഒക്ടാമർ 8 ഹിസ്റ്റോണുകൾ ചേർന്നിട്ടുണ്ടാകും. ഈ രൂപപ്പെടുന്ന ഹിസ്റ്റോൺ ഒക്ടാമറിനെ എന്ത് ചെയ്യും? DNA ഇഴകൾ വലയം ചെയ്തിട്ട് അവിടെ ന്യൂക്ലിയോസോം എന്ന ഘടന ഉണ്ടാകുന്നു. നിരവധി സോമുകളെ അടുക്കി ചേർത്ത് ചുരുളുകളാക്കിയും ന്യൂക്ലിയോസോമുകളുടെ ശൃംഖലയെ വീണ്ടും ചുരുളുകളാക്കിയുമാണ് ക്രോമസോമുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ക്രോമസോമുകൾ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, നിരവധി ന്യൂക്ലിയോസോമുകളെ അടുക്കി ചേർത്ത് എന്ത് ചെയ്യുന്നു? ചുരുളുകളാക്കുന്നു. അങ്ങനെ ചുരുളുകളാക്കിയും ന്യൂക്ലിയോസോമുകളുടെ ശൃംഖലയെ വീണ്ടും ചുരുളുകളാക്കിയുമാണ് എന്തുണ്ടാകുന്നത്? ക്രോമസോമുകൾ ഉണ്ടാകുന്നത്. ഒരു ക്രോമസോമിനെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ക്രൊമാറ്റിഡുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്രൊമാറ്റിഡുകൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ക്രോമസോമിനെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗം, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്രൊമാറ്റിഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ക്രോമസോമുകളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ക്രോമസോമുകൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് എന്നതായി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമുക്ക് എന്താണ്, ഇതാണ് നമ്മുടെ DNA എന്ന് പറയുന്നത്. ഈ DNA എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹിസ്റ്റോൺ പ്രോട്ടീൻ, ഇതാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ DNA-യും ഹിസ്റ്റോൺ പ്രോട്ടീനുകളും കൂടി എന്ത് ചെയ്യുന്നു? ഇത് രണ്ടുമാണ് പ്രധാനമായും എന്തിലുള്ളതെന്ന് നമ്മൾ പറഞ്ഞു, ക്രോമസോമിലുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചിത്രം കണ്ടാൽ തന്നെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ DNA തന്നിട്ടുണ്ട്, ഇതാണ് DNA, ഇത് ഹിസ്റ്റോൺ പ്രോട്ടീനും. അപ്പോൾ ഈ ഹിസ്റ്റോൺ പ്രോട്ടീനും DNA-യും കൂടെ ചേർന്നിട്ടാണ് എന്ത് രൂപം കൊള്ളുന്നത്? ക്രോമസോമിൽ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇവ 2 ആൾക്കാരാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഹിസ്റ്റോൺ ഒക്ടാമർ, 8 ഹിസ്റ്റോണുകൾ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു?
ഈ ഹിസ്റ്റോൺ ഒക്ടാമർ രൂപം കൊള്ളുന്നു. അപ്പോൾ അതാ ഇവിടെ 4, ഇവിടെ ഓരോന്നിലും 8 ഉണ്ട് കേട്ടോ, അടിയിൽ 4 കൂടി ഉണ്ട്. അപ്പോൾ 8 ഹിസ്റ്റോണുകൾ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുന്ന ആ ഒരു ഘടന ഉണ്ടാകുന്നത്. ഇനി എന്താണ്, ഈ ഹിസ്റ്റോണുകളെ ഇവിടെ നന്നായിട്ട് തന്നിട്ടുണ്ട്. നിരവധി ഈ DNA-യുടെ ഈ ഇഴകളെ, ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെ എന്ത് ചെയ്യുന്നു, DNA-യുടെ ഇഴകൾ ഇങ്ങനെ വലയം ചെയ്തിട്ട് അവിടെ എന്തുണ്ടാകും, അവിടെ ന്യൂക്ലിയോസോം എന്ന ഘടന ഉണ്ടാകുന്നു. അപ്പോൾ ഹിസ്റ്റോണുകളെ എന്ത് ചെയ്യുന്നു, DNA-യുടേതായി ഈ ഒരു ഘടന ഇങ്ങനെ വലയം ചെയ്യും. അവിടെയാണ് എന്ത് രൂപം കൊള്ളുന്നത്, ന്യൂക്ലിയോസോമുകൾ രൂപം കൊള്ളുന്നത്. ഇനി നമ്മൾ എന്താ പറഞ്ഞത്, ന്യൂക്ലിയോസോമിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. നിരവധി ന്യൂക്ലിയോസോമുകളെ അടുക്കി ചേർത്ത് ചുരുളുകളാക്കിയും ന്യൂക്ലിയോസോമുകളുടെ ശൃംഖലയെ വീണ്ടും ചുരുളുകളാക്കിയുമാണ് എന്ത് ചെയ്യുന്നത്, ക്രോമസോമുകൾ ഉണ്ടാക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ നിരവധി ഈ ന്യൂക്ലിയോസോമുകളെ എന്ത് ചെയ്യുന്നു, ചുരുളുകളാക്കി അതിനെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നു, ചുരുളുകളാക്കിയുമാണ് നമ്മൾ പറഞ്ഞ എന്തുണ്ടാകുന്നത്, ഈ ഒരു എന്താണ്, ക്രോമസോമുകൾ ഉണ്ടാകുന്നത്. ഇവിടെ ആ ക്രോമസോം നിരവധി ഇത് ചേർന്നിട്ട് എന്തായി മാറുന്നു, ക്രോമസോം ഉണ്ടാകുന്നതാണ് നമ്മളിവിടെ കണ്ടത്. ഈ ന്യൂക്ലിയോസോമുകളെല്ലാം കൂടി ചേർന്ന് അവിടെ ഒരു സെൻട്രോമിയർ ഉണ്ടാകുന്നു. ഈ സോമുകൾ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, ക്രോമസോം ഉണ്ടാകുന്നു. ഈ ക്രോമസോമിൻ്റെ ഈ ഒരു സെൻറ്റർ, ഇതിനെ നമ്മൾ എന്തെന്ന് പറയും, ആ പേര് പോലെ തന്നെ സെൻട്രോമിയർ എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ക്രോമസോമുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്രോമസോമുകളെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതാ ഈ കാണുന്ന ഈ ഒരു കണ്ടില്ലേ, ഈ ഒരു എന്താണ്, ഒരു ശരിക്കും നമ്മളൊരു ബട്ടർഫ്ലൈ, ഒരു കൊമ്പും കൂടി കൊടുത്ത ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ഇതാകും. അപ്പം ഈ ഒരു സെൻറ്റർ, ഇതിനെ നമ്മൾ ഈ ഒരു കാലുകൾ പോലെ ഇരിക്കുന്ന ഇതിനെ നമ്മൾ എന്തെന്ന് പറയും, ക്രൊമാറ്റിഡ് എന്ന് പറയും. അപ്പോൾ ക്രൊമാറ്റിഡ് എന്താണ്, ഈ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗം, ഇത് സെൻട്രോമിയർ, ഈ സെൻട്രോമിയറിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്രൊമാറ്റിഡ്. ഈ കാണുന്ന കാല് പോലുള്ള സാധനം, അതിനെയാണ് നമ്മൾ ക്രൊമാറ്റിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ക്രോമസോം എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ക്രൊമാറ്റിൻ ജാലികയും ക്രോമസോമും തമ്മിലുള്ള ബന്ധം എന്തെന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ക്രോമസോമിൻ്റെ ഘടന ഇവിടെ നമുക്ക് മനസ്സിലായി. ഇനി ഇവിടെ കുറച്ച് സൂചകങ്ങൾ തന്നിട്ടുണ്ട്. എന്താണ് ആ സൂചകങ്ങളുടെ വിശേഷങ്ങളെന്ന് നോക്കാം. ക്രോമസോമിൻ്റെ നിർമ്മാണ ഘടകങ്ങൾ. അപ്പോൾ എന്താണ് ക്രോമസോമിൻ്റെ നിർമ്മാണ ഘടകങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളിവിടെ പറഞ്ഞു ക്രോമസോമിൻ്റെ നിർമ്മാണ ഘടകങ്ങളിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ആരൊക്കെയാണ്, ഹിസ്റ്റോണും ന്യൂക്ലിയോസോമും ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ക്രോമസോമിൻ്റെ രൂപപ്പെടൽ എങ്ങനെയാണെന്ന്, അതും നമ്മൾ പറഞ്ഞു. ക്രോമസോം എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് പറഞ്ഞു. ഇനി ക്രോമസോമിലെ പ്രധാന ഘടകങ്ങൾ ആരൊക്കെയാണ്, ക്രൊമാറ്റിഡ്, സെൻട്രോമിയർ, ഇതെത്രയുമാണ് ഇവിടെ നമുക്ക് സൂചകങ്ങളായിട്ടും തന്നിട്ടുള്ളത്. ഇനി നോക്കിയേ, ഓരോ സ്പീഷീസിലും നിശ്ചിത എണ്ണം ക്രോമസോമുകളാണുള്ളത്. ഒരു സ്പീഷീസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര നിശ്ചിത എണ്ണം ക്രോമസോമുകൾ ഉണ്ടായിരിക്കും. മനുഷ്യരിൽ എത്ര ക്രോമസോമുകളാണുള്ളത്, അപ്പോൾ മനുഷ്യരിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്, മനുഷ്യരിൽ എത്ര ക്രോമസോമുകളുണ്ട്, 46 ക്രോമസോമുകളുണ്ട്. അതായത് 23 ജോഡി എന്ന് നമ്മൾ പറയും. അപ്പോൾ മനുഷ്യരിലെ ക്രോമസോമുകളുടെ എണ്ണം ചോദിച്ചാൽ നമുക്ക് പറയാം എത്രയാണ്, 46 എണ്ണമാണ് ഉള്ളത്. അവ എപ്രകാരമാണ് കാണപ്പെടുന്നത്, ഇവിടെ ചിത്രീകരണം തന്നിട്ടുണ്ട്. 1-4 സൂചകങ്ങൾക്കനുസരിച്ച് വിശകലനം ചെയ്ത് മനുഷ്യരിലെ ക്രോമസോമുകളെ പറ്റി ധാരണ കൈവരിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മനുഷ്യരിലെ ക്രോമസോമുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. മനുഷ്യരിലെ ക്രോമസോമുകൾ എന്താണ്, സ്വരൂപ ക്രോമസോമുകൾ അഥവാ എന്താണ്, സൊമാറ്റിക് ക്രോമസോംസുമുണ്ട്. ലിംഗനിർണയ ക്രോമസോമുകൾ അഥവാ സെക്സ് ക്രോമസോമുകളുമാണ് മനുഷ്യരിലുണ്ട്. അപ്പോൾ മനുഷ്യരിലെ ക്രോമസോമുകളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. എന്തൊക്കെയായിട്ടാണ്, സ്വരൂപ ക്രോമസോമുകൾ അഥവാ സൊമാറ്റിക് ക്രോമസോം, ലിംഗനിർണയ ക്രോമസോമുകൾ അല്ലെങ്കിൽ സെക്സ് ക്രോമസോം എന്നിങ്ങനെ മനുഷ്യരിലെ ക്രോമസോമുകളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ക്രോമസോമുകളാണ് സ്വരൂപ ക്രോമസോമുകൾ. അപ്പോൾ രൂപം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ രൂപം, ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ക്രോമസോമുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്,
സ്വരൂപ ക്രോമസോമുകൾ എന്ന് പറയുന്നത്. 22 ജോഡി സ്വരൂപ ക്രോമസോമുകളാണുള്ളത്. അപ്പോൾ മൊത്തം 23 ജോഡി ക്രോമസോമുകൾ ഉള്ളതിൽ 22 ജോഡിയാണ് സ്വരൂപ ക്രോമസോമുകൾ എന്ന് പറയുന്നത്. ഒരുപോലെയുള്ള 2 ക്രോമസോമുകൾ ചേർന്നതാണ് സമരൂപ ക്രോമസോമുകൾ. അപ്പോൾ സ്വരൂപ ക്രോമസോമുകൾ എന്ന് നമ്മൾ പറഞ്ഞു, 22 ജോഡി സ്വരൂപ ക്രോമസോമുകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. ഒരുപോലെയുള്ള 2 ക്രോമസോമുകൾ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്, സമരൂപ ക്രോമസോമുകൾ. അപ്പം ഒരുപോലെ ഇരട്ടകളെ കണ്ട ഒരുപോലെയുള്ളവരെ നമ്മൾ സമരൂപരെന്ന് പറയുന്നത് പോലെ ഈ 2 ക്രോമസോമുകൾ, ഒരുപോലെയുള്ള 2 ക്രോമസോമുകൾ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്, സമരൂപ ക്രോമസോമുകൾ അഥവാ ഹോമോലോഗസ് ക്രോമസോം എന്ന് പറയുന്നത്. ഇവയിലൊന്ന് മാതാവിൽ നിന്നും മറ്റൊന്ന് പിതാവിൽ നിന്നും ലഭിച്ചതാണ്. അപ്പോൾ ഈ സമരൂപ ക്രോമസോമുകളിൽ ഒന്നെന്ന് പറയുന്നത് മാതാവിൽ നിന്ന് ലഭിച്ചതും മറ്റൊന്ന് പിതാവിൽ നിന്ന് ലഭിച്ചതുമാണ്. ഇനി നമ്മൾ എന്താണ് ലിംഗനിർണയ ക്രോമസോമുകൾ എന്ന് നോക്കാം. അപ്പം ലിംഗനിർണയം പേര് പോലെ തന്നെ എന്താണ്, സെക്സ് ക്രോമസോംസ്. ലിംഗനിർണയത്തിന് കാരണമാകുന്ന ക്രോമസോമുകളാണ് ലിംഗനിർണയ ക്രോമസോമുകൾ. ഇവ 2 തരമുണ്ട്. അപ്പോൾ ഈ ലിംഗനിർണയ ക്രോമസോമുകളെ നമ്മൾ വീണ്ടും 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്, എക്സ് ക്രോമസോമും വൈ ക്രോമസോമും എന്നിങ്ങനെ ലിംഗനിർണയ ക്രോമസോമുകളെ 2ആയിട്ട് തിരിക്കുന്നുണ്ട്. വൈ ക്രോമസോം എക്സ് ക്രോമസോമുകളെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. ഇപ്പോൾ വൈ ക്രോമസോം എന്ന് പറയുന്നത് എന്താണ്, ചെറുതാണ്. എക്സ് ക്രോമസോം അപ്പോൾ അവിടെ വലുതായിരിക്കും. വൈ ക്രോമസോമിലെ SRY ജീനാണ് ഭ്രൂണത്തിൽ വൃഷണങ്ങളുടെ വികാസത്തിന് കാരണമാകുന്നത്. അപ്പോൾ ഭ്രൂണത്തിലെ നമ്മുടെ വൃഷണങ്ങളുടെ വികാസത്തിന് കാരണമാകുന്ന ക്രോമസോം ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ജീൻ ഏതാണെന്ന് ചോദിക്കാം. അതേതാ, SRY എന്ന് പറയുന്ന ജീനാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഭ്രൂണത്തിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞതുപോലെ SRY ജീനാണ് എന്ത് ചെയ്യുന്നത്, ഈ വൈ ക്രോമസോമിലാണ് SRY ജീനുള്ളത്. ആ ജീനാണ് ഭ്രൂണത്തിൽ എന്ത് ചെയ്യുന്ന വൃഷണങ്ങളുടെ വികാസത്തിന് കാരണമാകുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇനി നമ്മുടെ ക്രോമസോമുകൾ ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് നോക്കി, ഇങ്ങനെ നമ്പർ ഇട്ട് തന്നെ വിശാലമായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. 22 ജോഡി ക്രോമസോമുകളെ പ്രത്യേകിച്ചും ഈ 23ാമത്തെ ഒരു ജോഡി ക്രോമസോമിനെ ദാ ഇവിടെ പ്രത്യേകിച്ചും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുമ്പോൾ അറിയാം, XY 23ാമത്തേത് XY ക്രോമസോമും XS ക്രോമസോമും കൂടി ചേർന്നതാണ് 23ാമത്തെ ക്രോമസോം എന്ന് പറയുന്നത്. അങ്ങനെ 2 ജോഡി ക്രോമസോമാണ് നമുക്ക് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 2 തരത്തിലുള്ള ക്രോമസോമുകളാണ് നമുക്കുള്ളത്. ഇനി ക്രോമസോമുകൾ ജോഡികളായി കാണപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന് കണ്ടെത്താനൊക്കെ കുട്ടികൾക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ സൂചകങ്ങൾ എന്താ തന്നിരിക്കുന്നത്, ഒരു ക്രോമസോം സംഖ്യയുള്ള ഒന്നിലധികം ജീവികളുണ്ടോ, അപ്പോൾ ഒരേ ക്രോമസോം സംഖ്യയുള്ള ഒന്നിലധികം ജീവികളുണ്ടോ എന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് സൂചകങ്ങൾ തന്നിട്ടുണ്ട്. എന്താണ്, വിവിധ തരം ക്രോമസോമുകൾ ഏതെല്ലാം. ഇനി സ്വരൂപ ക്രോമസോമുകൾ, അതിൻ്റെ ധർമ്മം. സ്വരൂപ ജോഡി എന്താണ്, സ്വരൂപ ജോഡി സമജോഡി എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അതാണ് സ്വരൂപ ജോഡിയിൽ വരുന്നത്. ഇനി സ്വരൂപ ക്രോമസോമുകളുടെ ധർമ്മം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാം, ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ക്രോമസോമുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്വരൂപ ക്രോമസോമുകൾ എന്ന് പറയുന്നത്. ഈ സ്വരൂപ ക്രോമസോമുകൾ 22 ജോഡിയുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞു എന്താണ്, ഒരുപോലെയുള്ള 2 ക്രോമസോമുകൾ ചേർന്നതിനെയാണ് നമ്മൾ സമരൂപ ക്രോമസോമുകൾ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അതിലൊന്ന് മാതാവിൽ നിന്നും മറ്റൊന്ന് പിതാവിൽ നിന്നുമുള്ളതൊക്കെ ആയിരിക്കും. ഇനി നോക്കിയേ, അടുത്ത് നമ്മൾ പറയുന്നത് ലിംഗനിർണയ ക്രോമസോമുകൾ, അതിൻ്റെ ധർമ്മം ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു XXും XY ഇങ്ങനെ 23ാമത്തെ ജോഡി ക്രോമസോമുകളാണ് ലിംഗനിർണയ ക്രോമസോമുകൾ എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ XY ഉണ്ട്, XX ഉണ്ട് ഈ ലിംഗനിർണയ ക്രോമസോം. അതിൻ്റെ ധർമ്മം എന്താണ്, ലിംഗനിർണയത്തിന് കാരണമാകുന്ന ക്രോമസോമുകളാണ് ലിംഗനിർണയ ക്രോമസോമുകൾ എന്ന് പറയുന്നത്. ഇതിൽ X ക്രോമസോമുകളെ അപേക്ഷിച്ച് ആരാണ് ചെറുത്, Y ക്രോമസോമുകൾ ചെറുതായിരിക്കും.
പിന്നെ വൈ ക്രോമസോമിൽ ഒരു ജീനുണ്ട്, ആ ജീനാണ് SRY ജീൻ എന്ന് പറയുന്നത്. അത് എന്തിന് സഹായിക്കുന്നു? ഭ്രൂണത്തിൽ വൃക്ഷണങ്ങളുടെ വികാസത്തിന് കാരണമാകുന്ന ജീനാണ് ആ പറഞ്ഞ വൈ ജീൻ എന്ന് പറയുന്നത്, SRY ജീൻ. ഇനി നോക്കിയേ, നമ്മൾ പറയുന്നത് ഇവിടെ ഓരോ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ജനിതക ഘടന, ആകെ ക്രോമസോമുകളുടെ എണ്ണം, സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം, ലിംഗനിർണയ ക്രോമസോമുകളുടെ എണ്ണവും തരവും ഇതൊക്കെ ഇങ്ങനെ കോളത്തിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെ, ഇവിടെ ജനിതക ഘടന, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ജനിതക ഘടന, അവിടെ ഒരു ചിത്രം തന്നെ തന്നിട്ടുണ്ട്. ഇതേ നോക്കിയേ, രണ്ടുപേരുടെയും ജനിതക ഘടനയിൽ നല്ല വ്യത്യാസമുണ്ടല്ലേ? വ്യത്യാസം എന്താ ഇങ്ങനെ ഈ ഒരു ഭാഗം നമ്മൾ കാണുകയാണെങ്കിൽ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ജനിതക ഘടനയിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഇനി സ്ത്രീ പുരുഷൻ എന്നിവരിലെ ക്രോമസോം സാമ്യ വ്യത്യാസങ്ങളെപ്പറ്റി നിഗമനം ചെയ്ത് പട്ടിക രൂപപ്പെടുത്താനൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇനി ആകെ ക്രോമസോമുകളുടെ എണ്ണം, ഇപ്പോൾ സ്ത്രീകളുടെ ആകെ ക്രോമസോമുകളുടെ എണ്ണമാണെങ്കിൽ 44+XX കൊടുത്തിട്ടുണ്ട്. ഇനി പുരുഷന്മാരുടെ ആണെങ്കിലോ 44+XY ആണ് ഇവരുടെ ക്രോമസോമുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീകളുടെ ക്രോമസോമുകളുടെ എണ്ണം ചോദിച്ചാൽ 44+XX, പുരുഷന്മാരിലാണെങ്കിലോ 44+XY ആണ്. അങ്ങനെ നമുക്ക് പറയാം. ഇനി സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം, രണ്ടിലെയും സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം എങ്ങനെയാണ്? തുല്യമാണല്ലേ? രണ്ടുപേർക്കും എത്രയാണ്? 22 ജോഡി സ്വരൂപ ക്രോമസോമുകളുണ്ട്. 22 ജോഡി. ഒരു ജോഡി മാത്രമാണ് വ്യത്യാസം. അത് നമ്മളിവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ആദ്യമേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പറയാൻ പറ്റും എന്താണ് ഇതിൽ ലിംഗനിർണയ ക്രോമസോമുകളുടെ എണ്ണവും തരവും ഏതാണ്? അപ്പോൾ ലിംഗനിർണയ ക്രോമസോമുകൾ രണ്ടുപേരിലും ഓരോ ജോഡിയാണ്, ഒരു ജോഡി ലിംഗനിർണയ ക്രോമസോം. ഇനി അത് സ്ത്രീകളിലാണെങ്കിൽ എന്താണ്? 1+XX എന്ന് നമുക്ക് പറയാം. ഒരു ജോഡി XX ആണ് സ്ത്രീകളിൽ. ഇനി പുരുഷന്മാരിലാണെങ്കിലോ 1+XY, ഒരു ജോഡി XY ക്രോമസോമുകൾ. ഇതാണ് ലിംഗനിർണയ ക്രോമസോമുകൾ എന്ന് പറയുന്നത്. ഇനി വ്യത്യസ്തമായ ജനിതക ഘടനകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്നത് വ്യത്യസ്തമായ ജനിതക ഘടനകളെക്കുറിച്ചാണ്. 44+XX, 44+XY എന്നിവ സാധാരണ ജനിതക ഘടനകളാണെങ്കിലും മനുഷ്യരിൽ അനേകം വ്യത്യസ്തമായ ജനിതക ഘടനകൾ കാണപ്പെടുന്നുണ്ട്. ഈ വ്യത്യസ്ത ജനിതക ഘടനകൾ വ്യക്തികളുടെ ശാരീരികവും മാനസികവുമായ വികാസത്തെ സ്വാധീനിക്കുന്നു. ലിംഗനിർണയം ഒരു സങ്കീർണമായ പ്രക്രിയയാണ്. ഇത് ജനിതക ഘടനകളെ മാത്രമല്ല മറ്റ് ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. വ്യത്യസ്ത ജനിതക ഘടനയ്ക്കുള്ള ചില ഉദാഹരണങ്ങൾ ഇവിടെ താഴെ തന്നിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. 44+X0, 44X0 എന്നത് ഒരു X ക്രോമസോം മാത്രമുള്ള സ്ത്രീകൾ. ഇവർ ടണ്ണർ സിൻഡ്രോം എന്ന അവസ്ഥയുള്ളവരാണ്. അപ്പോൾ 44+X0 എന്ന് പറഞ്ഞാൽ എന്താണ്? 44+XX ആണ് നമ്മുടെ സ്ത്രീകളിലെ ലിംഗനിർണയ ക്രോമസോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 44+X0 ചിലർക്ക് ഒരു X ക്രോമസോം മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള സ്ത്രീകളെ നമ്മൾ അറിയപ്പെടുന്നത് എന്താണ്? ആ ഒരു അവസ്ഥ പറയുന്ന പേരാണ് ടണ്ണർ സിൻഡ്രോം. അപ്പം 44+X0 എന്ന് പറയുന്നത് ഒരു ക്രോമസോം മാത്രമുള്ള X ക്രോമസോം മാത്രമുള്ള സ്ത്രീകളാണ്. അവരറിയപ്പെടുന്ന പേരെന്താണ്? 44+X0 ആണെങ്കിൽ അത് ടണ്ണർ സിൻഡ്രത്തിന് ഉദാഹരണമാണ്. ഇനി 44+XX, അതായത് XXX, 44+ അത് 3 X ക്രോമസോമുകളുള്ള സ്ത്രീകൾ. അതാണ് 44+XX എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് 3 X ക്രോമസോമുകൾ ഉണ്ടായിരിക്കും. ഇവർ XXX സിൻഡ്രോം എന്ന അവസ്ഥയുള്ളവരാണ്. അപ്പോൾ ഈ 3 X ഉള്ള സ്ത്രീകളെ അറിയപ്പെടുന്നത് എന്താണ്? XXX സിൻഡ്രം. അപ്പോൾ ഇതൊരു അവസ്ഥയാണ്, ഇതൊരു രോഗാവസ്ഥയാണ്. ഇതിന് പറയുന്ന പേരാണ് XXX സിൻഡ്രം എന്ന് പറയുന്നത്. ഇനി 44+XXY, 2 X ക്രോമസോമുകളും ഒരു Y ക്രോമസോമുമുള്ള പുരുഷന്മാരുണ്ട്. അപ്പോൾ ഇവർക്ക് അറിയപ്പെടുന്ന പേരെന്താണ്?
ഫെർട്ടർ സിൻഡ്രം, ക്ലൈൻഫെൽട്ടർ സിൻഡ്രം എന്നാണ് ഈ ഒരു അവസ്ഥ അറിയപ്പെടുന്നത്. ക്ലൈൻഫെൽട്ടർ സിൻഡ്രം. അപ്പോൾ ആ ക്ലൈൻഫെൽട്ടർ സിൻഡ്രം എന്ന് പറയുമ്പോൾ 44 പ്ലസ് XX ഒരു വൈ കൂടി അധികം ഉണ്ടായിരിക്കും. അതാണ് 44 പ്ലസ് XXY. അതാണ് എന്ത് ക്ലൈൻഫെൽട്ടർ സിൻഡ്രം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് 44 പ്ലസ് XYY, ഒരു എക്സും 2 വൈയും ഒരു എക്സ് ക്രോമസോമും 2 വൈ ക്രോമസോമുകളുമുള്ള പുരുഷന്മാർ ഇവർ എങ്ങനെയാണ് XYY സിൻഡ്രം എന്ന അവസ്ഥയുള്ളവരാണ്. അപ്പോൾ അതിലുള്ള പേര് തന്നെയാണ് XYY സിൻഡ്രം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് 44 XYY ക്രോമസോം ഉള്ളവരാണ്. അവർക്ക് ഒരു എക്സ് ക്രോമസോമും 2 YY ക്രോമസോമും കാണും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇതാണ് നമ്മൾ പറഞ്ഞ ജനിതക ഘടനയിലെ ചില വ്യത്യാസങ്ങളെന്ന് പറയുന്നത്. അതിനുദാഹരണമാണ് നമ്മൾ പറഞ്ഞത്. ഇനി പിതാവിൽ നിന്നുള്ള Y ക്രോമസോമാണ് ലിംഗനിർണയത്തിന് പ്രധാനം. അത് ഓർത്ത് വയ്ക്കുക. പിതാവിൽ നിന്നുള്ള Y ക്രോമസോമാണ് എന്ത് ചെയ്യുന്നത്, ലിംഗനിർണയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. ഇനി നോക്കിയേ, മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള ജനിതക ഘടനകളുള്ള വ്യക്തികളിൽ ലിംഗനിർണയം സങ്കീർണമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെയുള്ള, അതായത് ഒരു എക്സ് മാത്രമുള്ളത്, അത് നമ്മൾ പറഞ്ഞു ടണ്ണർ സിൻഡ്രമുള്ള അവസ്ഥയാണ്. 2X 3X ആണെങ്കിൽ അത് XXX സിൻഡ്രമാണ്. അതുപോലെ നമ്മൾ പുരുഷന്മാരിൽ 44 പ്ലസ് 2X ഒരു വൈയും വന്നാൽ അതെന്താണ് ക്ലൈൻഫെൽട്ടർ സിൻഡ്രമാണ്. ഇനി 44 ഒരു എക്സും 2 വൈയും കൂടി വന്നാൽ അത് XYY സിൻഡ്രം എന്നും നമ്മൾ പറഞ്ഞു. ഇത് ഈ പറഞ്ഞ രോഗാവസ്ഥ, ഈ പറഞ്ഞ ജനിതക ഘടകങ്ങളുള്ള വ്യക്തികളിൽ നിർണയം എങ്ങനെയാണ്, അത് സങ്കീർണമായിരിക്കും. ഉദാഹരണത്തിന് ടണ്ണർ സിൻഡ്രം ഉള്ള സ്ത്രീകൾക്ക് സ്ത്രീ ലൈംഗിക അവയവങ്ങൾ ഉണ്ടാകാം. അപ്പോൾ എന്താണ് ടണ്ണർ സിൻഡ്രം ഉള്ള സ്ത്രീകൾക്ക് സ്ത്രീ ലൈംഗിക അവയവങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ അവരിൽ കൗമാരാരംഭത്തിൽ സ്ത്രീ ലൈംഗിക ലക്ഷണങ്ങൾ വികസിക്കില്ല. അപ്പോൾ ഈ ടണ്ണർ സിൻഡ്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് എന്തുണ്ടാകും, ലൈംഗിക അവയവങ്ങൾ ഉണ്ടാകും, പക്ഷെ അത് കൗമാര സമയത്തുണ്ടായിരിക്കത്തില്ല. മറിച്ച് എന്താണ്, അവരിൽ കൗമാര ആരംഭത്തിൽ ഈ സ്ത്രീ ലൈംഗിക ലക്ഷണങ്ങൾ വികസിക്കുന്നുമില്ല. ക്ലൈൻഫെൽട്ടർ സിൻഡ്രം ഉള്ള പുരുഷന്മാർക്ക് പുരുഷ ലൈംഗിക അവയവങ്ങൾ ഉണ്ടാകാം, എന്നാൽ അവർ സ്ത്രീ ലൈംഗിക ലക്ഷണങ്ങളും കാണിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ക്ലൈൻഫെൽട്ടർ സിൻഡ്രം ഉള്ള പുരുഷന്മാരുടെ പ്രത്യേകത എന്താണ്, അവർക്ക് പുരുഷ ലൈംഗിക അവയവങ്ങൾ ഉണ്ടാകും, എന്നാൽ അവർ എന്താണ് സ്ത്രീ ലൈംഗിക ലക്ഷണങ്ങളും എന്ത് ചെയ്യും, കാണിക്കും. അതാണ് ഈ രോഗങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കണമെന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് ജീനുകളാണ്. അപ്പോൾ നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് ആരാ, ജീനുകളാണ്. ജീനുകൾ എവിടെയാണ് കാണപ്പെടുന്നത്, അവ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്, ഇനി ആ ജീനുകളെക്കുറിച്ച് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ജീൻ എന്ന് നോക്കാം. ഇനി നമ്മൾ ജീനുകളെ കുറിച്ചാണ് പറയുന്നത്. DNA-യിലെ നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയാണ് ജീൻ. അപ്പം ജീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ DNA-യിലെ നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ആ ഒരു ശ്രേണിക്കാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത്. ജീനുകളുടെ നിർദ്ദേശമനുസരിച്ച് നിർമ്മിക്കുന്ന പ്രോട്ടീനുകളാണ് സ്വഭാവ സവിശേഷതകൾ രൂപപ്പെടുത്തുന്നതും മെറ്റബോളിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും. അപ്പോൾ നമ്മുടെ സ്വഭാവ സവിശേഷതകൾ, അതുപോലെ നമ്മുടെ മെറ്റബോളിക് പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്, നമ്മുടെ ജീനുകളുടെ നിർദ്ദേശമനുസരിച്ച് നിർമ്മിക്കുന്ന പ്രോട്ടീനുകളാണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. ഇനി ഇവിടെ ജീനുകളുടെ ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇവിടെ ജീൻ 1, ജീൻ 2, അതുപോലെ ക്രോമസോം, DNA, ഇങ്ങനെ കുറച്ച് ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് ചിത്രീകരണം 1, 5 ജീനുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം.
പ്രോട്ടീനുകളുടെ നിർമ്മാണത്തിൽ RNA എന്ന ന്യൂക്ലിക് ആസിഡിനും നിർണായക പങ്കുണ്ട്. അപ്പോൾ DNA മാത്രമല്ല നമ്മുടെ പ്രോട്ടീനുകളുടെ നിർമ്മാണത്തിൽ ആർക്കുകൂടി പങ്കുണ്ട്? RNA എന്ന ന്യൂക്ലിക് ആസിഡിനും നിർണായക പങ്കുണ്ട്. RNA തന്മാത്രയുടെ ഘടന, സവിശേഷതകൾ എന്നിവ ചിത്രീകരണം 1, 6 വിവരണം എന്നിവ വിശകലനം ചെയ്ത് ധാരണ കൈവരിക്കാൻ ഇത് കുട്ടികൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ RNAയുടെ ഘടന ഇവിടെ തന്നിരിക്കുന്നത് കണ്ടു. ഇതാണ് നമ്മുടെ RNAയുടെ ഘടന എന്ന് പറയുന്നത്. ഇതിൽ എന്താണ് ഈ ഓരോ RNAയുടെ ഘടനയാണ് ഇവിടെ, ജീനിലെ RNAയുടെ ഘടനയെക്കുറിച്ചാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നമ്മൾ പറയുന്നത് RNA കുറിച്ച് ഇവിടെ കുറച്ച് വിവരം തന്നിട്ടുണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. RNA എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം ഇത് എക്സാമിനുകൾക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. RNAയുടെ ഫുൾ ഫോം എന്താണ്? റൈബോ ന്യൂക്ലിക് ആസിഡാണ് RNA എന്ന് പറയുന്നത്. റൈബോ ന്യൂക്ലിക് ആസിഡാണ് RNA. DNA പോലെ മറ്റൊരു ന്യൂക്ലിക് ആസിഡാണ് RNA എന്ന് പറയുന്നത്. അപ്പോൾ DNA ഒരു ന്യൂക്ലിക് ആസിഡാണ്, അതുപോലെ മറ്റൊരു ന്യൂക്ലിക് ആസിഡാണ് നമ്മുടെ RNA. ഇവയും ന്യൂക്ലിയോടൈഡുകളാൽ നിർമ്മിതമാണ്. അപ്പോൾ DNA ന്യൂക്ലിയോടൈഡുകളാൽ നിർമ്മിതമാണ്, അതുപോലെ തന്നെ RNAയും ന്യൂക്ലിയോടൈഡുകളാൽ നിർമ്മിതമാണ്. ഓരോ ന്യൂക്ലിയോടൈഡിലും ഒരു റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നിവ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ RNA എന്ന് പറഞ്ഞത് എന്ത് കൊണ്ട് നിർമ്മിതമാണ്? ന്യൂക്ലിയോടൈഡുകളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞു. ഈ ഓരോ ന്യൂക്ലിയോടൈഡിലും എന്തൊക്കെയുണ്ട്? ഒരു റൈബോസ് പഞ്ചസാര. അപ്പോൾ ഒരു റൈബോസ് പഞ്ചസാര ഉണ്ടായിരിക്കും. RNAയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ പറയുന്നത്. ഓരോ ന്യൂക്ലിയോടൈഡ് ഉണ്ട്. ആ ന്യൂക്ലിയോടൈഡിൽ എന്തുണ്ട്? ഒരു റൈബോസ് പഞ്ചസാരയുണ്ട്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ ഒരു നൈട്രജൻ ബേസ് എന്നിവയാണ് RNAയിലെ ന്യൂക്ലിയോടൈഡിൽ അടങ്ങിയിരിക്കുന്നത്. അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ, സൈറ്റോസിൻ എന്നിവയാണ് RNAയിലെ നൈട്രജൻ ബേസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ RNAയിൽ ഒരു നൈട്രജൻ ബേസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ RNAയിലെ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയെന്ന് നമ്മൾ പരീക്ഷയ്ക്ക് എടുത്ത് ചോദിക്കാവുന്നതാണ്. ചോദിച്ചിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ RNAയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ ബേസുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ, സൈറ്റോസിൻ എന്നിവയാണ് RNAയിലെ നൈട്രജൻ ബേസുകൾ. മിക്ക RNAയ്ക്കും ഒരു ഇഴയാണുള്ളത്. അപ്പോൾ RNAയുടെ പ്രത്യേകത, RNAയ്ക്ക് എന്തേ ഉള്ളൂ? മിക്ക RNAയ്ക്കും എന്തേ ഉള്ളൂ? ഒരു ഇഴ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ അതാ ഈ RNAയുടെ ഘടനയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എന്താണ് RNAയുടെ ഇഴ എന്നുള്ളത് ഇങ്ങനെ പോകുന്ന ഒരു ഇഴകൾ മാത്രമേ ആർക്കുണ്ടായിരിക്കുകയുള്ളൂ? RNAയ്ക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി അടുത്ത ഇവിടെ നമ്മുടെ RNAയുടെയും DNAയുടെയും ഘടനയുടെ ഒരു താരതമ്യം തന്നിട്ടുണ്ട്. അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. DNAയിലെയും RNAയിലെയും ഇഴകളുടെ എണ്ണം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ DNAയിലെ ഇഴകളുടെ എണ്ണം എത്രയാണ് നമ്മൾ പഠിച്ചത്? DNA-യിലെ ഇഴകളുടെ എണ്ണം എത്രയാണ്? 2 എണ്ണമാണ് DNA-യിലെ ഇഴകൾ. RNA-യിൽ എത്ര ഇഴകളേ ഉള്ളൂ? ഒരു ഇഴകൾ മാത്രമേ, ഒരു ഇഴ മാത്രമേ എവിടെയുള്ളൂ? RNA-യിലുള്ളൂ. ഇനി പഞ്ചസാര തന്മാത്രയുടെ തരം, DNA-യിലെ പഞ്ചസാര തന്മാത്ര ഏതാണ്? അതുപോലെ RNA-യിലെ പഞ്ചസാര തന്മാത്ര എന്താണ് എന്നാണ് നമ്മൾ ഇത് DNA-യിലെ പഞ്ചസാര തന്മാത്രയുടെ തരമെന്ന് പറയുന്നത് ഡീഓക്സി റൈബോസ് പഞ്ചസാരയാണ് DNA-യിലുള്ളത്. ഇനി RNA-യിലാണെങ്കിൽ ഏതാണ്? RNA-യിലാണെങ്കിൽ ഒരു റൈബോസ് പഞ്ചസാര മാത്രമാണുള്ളത്, റൈബോസ് പഞ്ചസാര. അപ്പോൾ DNA-യിൽ ഡീഓക്സി റൈബോസ് പഞ്ചസാര, ഡീഓക്സി റൈബോസ് പഞ്ചസാരയാണ് നമ്മുടെ RNA-യിലുള്ളത്, ഡീഓക്സി റൈബോസ് പഞ്ചസാര. ഇനി DNA-യിലുള്ളത് ഡീഓക്സി റൈബോസ് പഞ്ചസാര. RNA-യിലാണെങ്കിൽ എന്ത് മാത്രമേ ഉള്ളൂ? റൈബോസ് പഞ്ചസാര മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ DNA-യിലെയും RNA-യിലെയും നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ. അപ്പോൾ DNA-യിലെ പഞ്ചസാര തന്മാത്രകൾ നമ്മൾ പറഞ്ഞു ഡീഓക്സി റൈബോസ് പഞ്ചസാരയാണെന്ന് പറഞ്ഞു. ഇനി DNA-യിലെ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറയുന്നത് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നിവയാണ് DNA-യിലെ നൈട്രജൻ ബേസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, ഏതൊക്കെയാണ്? അഡിനിൻ, അതുപോലെ തൈമിൻ,
ഗ്വാനിൻ, സൈറ്റോസിൻ എന്നിവയാണ് DNA പഞ്ചസാര തന്മാത്രകൾ എന്ന് പറയുന്നത്. എന്നാൽ RNA പഞ്ചസാര തന്മാത്രകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇതിൽ നിന്ന് ഒന്ന് മാത്രമേ രണ്ടിലും വ്യത്യാസം വരുന്നുള്ളൂ. അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ, സൈറ്റോസിൻ എന്നിവയാണ്. അപ്പോൾ ഏതൊക്കെയാണ്? അഡിനിൻ ഉണ്ട്, രണ്ടിലും പൊതുവായിട്ട് അഡിനിൻ ഉണ്ട്. രണ്ടിലും പൊതുവായിട്ട് എന്തുണ്ട്? ഗ്വാനിനുണ്ട്. രണ്ടിലും പൊതുവായിട്ട് സൈറ്റോസിനുണ്ട്. അപ്പോൾ ഇല്ലാത്തത് എന്താണ്? ഇല്ലാത്തത് രണ്ടിലും പൊതുവായിട്ടില്ലാത്തത് നമ്മുടെ DNA തൈമിനാണെങ്കിൽ ആർക്ക്? RNAക്ക് എന്താണ് ഉള്ളത്? യുറാസിലാണ്. അപ്പോൾ അത് രണ്ടുമാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ച് വെക്കേണ്ടത്. ഇനി നമ്മൾ പറയുന്നത് പ്രോട്ടീൻ നിർമ്മാണത്തെക്കുറിച്ചാണ്. പ്രോട്ടീൻ നിർമ്മാണം അഥവാ പ്രോട്ടീൻ സിന്തസിസ് എന്താണെന്ന് നോക്കാം. ജീനുകളുടെ പ്രവർത്തന ഫലമായാണ് പ്രോട്ടീനുകൾ ഉണ്ടാകുന്നതെന്ന് നമ്മൾ ഇതുവരെ പഠിച്ചതല്ലേ. അപ്പോൾ ജീനുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് പ്രോട്ടീനുകൾ ഉണ്ടാകുന്നത്. പ്രോട്ടീൻ നിർമ്മാണത്തിലെ വിവിധ ഘട്ടങ്ങളെ സംബന്ധിച്ച ചിത്രീകരണമാണ് ഈ 1.7 തന്നിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദാ ഇവിടെ ഈ ചിത്രമാണ്, ഈ തന്നിരിക്കുന്ന ചിത്രമാണ് 1.7 എന്ന് പറയുന്നത്. ഇതിൽ പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ ചിത്രീകരണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പ്രോട്ടീൻ നിർമ്മിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ മെത്തേഡാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഈ ട്രാൻസ്ക്രിപ്ഷൻ്റെ പരമായി നമ്മുടെ mRNA അത് ഓരോന്നും ഓരോ ഘടകങ്ങളായി മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ mRNA, അതുപോലെ ഈ mRNA, DNA, അതുപോലെ ന്യൂക്ലിയസ്, tRNA, പ്രോട്ടീൻ, അമിനോ ആസിഡ്, അതുപോലെ റൈബോസോം, ഇതിൻ്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്? നമ്മുടെ പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിലെന്താണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്ന് നോക്കാം. DNA ഒരു നിർദ്ദിഷ്ട ന്യൂക്ലിയോടൈഡ് ശ്രേണിയിലെ അഥവാ ജീനിൽ നിന്ന് വിവിധ എൻസൈമുകളുടെ സഹായത്താൽ mRNA, ഈ mRNA എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം എന്താണ്? മെസ്സഞ്ചർ RNA ആണ് mRNA എന്ന് പറയുന്നത്. mRNA രൂപപ്പെടുന്നു. അപ്പം നമ്മുടെ DNA ഒരു നിർദ്ദിഷ്ട ന്യൂക്ലിയോടൈഡ് ശ്രേണിയിൽ എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് വിവിധ എൻസൈമുകളുടെ സഹായത്താലാണ് mRNA ഉണ്ടാകുന്നത്, രൂപപ്പെടുന്നത്. mRNAയിൽ പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം അടങ്ങിയിരിക്കുന്നു. അപ്പോൾ mRNAയിൽ എന്തുണ്ട്? mRNA എന്ന് പറഞ്ഞാൽ മെസ്സേജ്, അവിടെ പ്രോട്ടീൻ നിർമ്മാണത്തിലുള്ളൊരു സന്ദേശം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ DNA എന്താണ്? ഒരു നിർദ്ദിഷ്ട ന്യൂക്ലിയോടൈഡ് ശ്രേണിയിലാണ് അവിടെ ന്യൂക്ലിയോടൈഡ് ശ്രേണി, അല്ലെങ്കിൽ അതിനെ ഒരു ജീൻ, ഈ ജീനിൽ നിന്ന് വിവിധ എൻസൈമുകളുടെ സഹായത്താലാണ് നമ്മുടെ mRNA രൂപപ്പെടുന്നത്. mRNAയിൽ എന്തുണ്ട്? പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് സന്ദേശവാഹകൻ എന്ന അർത്ഥത്തിൽ മെസ്സഞ്ചർ RNA എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് അവിടെ നടക്കുന്ന ഒരു പ്രക്രിയയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. എന്താ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ? ന്യൂക്ലിയസിൽ നിന്നും റൈബോസോമിലെത്തിയ mRNAയിലെ സന്ദേശമനുസരിച്ച് tRNA എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ RNA നിശ്ചിത അമിനോ ആസിഡുകളെ റൈബോസോമിലോട്ട് എത്തിക്കും. അപ്പോൾ എന്താ ഇവിടെ നടക്കുന്നത്? ഈ ന്യൂക്ലിയസിൽ നിന്നും റൈബോസോമിലെത്തിയ mRNAയിലെ സന്ദേശമനുസരിച്ച് tRNA എന്ത് ചെയ്യുന്നു? നിശ്ചിത അമിനോ ആസിഡുകളെ എവിടെ എത്തിക്കുന്നു? റൈബോസോമിലെത്തിക്കുന്നു. റൈബോസോമിൻ്റെ ഭാഗമായ rRNA, അപ്പോൾ റൈബോസോമിൻ്റെ ഒരു ഭാഗമായ RNA ആണ് rRNA അഥവാ റൈബോസോമൽ RNA. റൈബോസോം rRNA എന്ന് പറഞ്ഞാൽ റൈബോസോമൽ RNA, അത് റൈബോസോമിൻ്റെ ഭാഗമാണ്. ഈ റൈബോസോമൽ RNAയുടെ പ്രവർത്തനത്താൽ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്താണ് പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ പ്രോട്ടീൻ നിർമ്മാണം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. പ്രോട്ടീൻ നിർമ്മാണത്തിലെ 3 ഘടകങ്ങളാണ് നമ്മുടെ ഒരു ഘട്ടങ്ങൾ ഉൾപ്പെടുന്നതാണ് mRNAയും അതുപോലെ tRNAയും rRNAയും എന്ന് പറയുന്നത്.
ഇനി ഇവിടെ പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ ഘട്ടങ്ങൾ, ന്യൂക്ലിയസിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ കോശദ്രവ്യത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രോട്ടീൻ നിർമ്മാണത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി ഫ്ലോ ചാർട്ട് തയ്യാറാക്കാൻ നമ്മൾ ഫ്ലോ ചാർട്ടൊന്നും തയ്യാറാക്കേണ്ടത് കുട്ടികൾ ചെയ്തോളും. അതുപോലെ പ്രോട്ടീൻ നിർമ്മാണത്തിൽ ഉൾപ്പെടുന്ന വിവിധ RNAകൾ ചിത്രീകരണം 1:8 നൽകിയിട്ടുണ്ട്. അവയുടെ പേര്, ധർമ്മം എന്നിവ ഉൾപ്പെടുത്തി ചിത്രീകരണം പൂർത്തിയാക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഇവിടെ ഈ 1:8 എന്ന് പറയുന്നത്? ഇതാണ് 1:8. വിവിധ തരം RNAകളുടെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീനുകളുടെ നിർദ്ദേശമനുസരിച്ച് നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനുകൾ ജീവികളുടെ സ്വഭാവ സവിശേഷതകളെ എപ്രകാരം സ്വാധീനിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നതിന് താഴോട്ട് ചിത്രമൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നിരീക്ഷിക്കാം. അതിനു മുമ്പ് നമ്മൾ എന്താണ് നമ്മുടെ ഈ ഒരു വിവിധ തരം RNAകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു RNA ആണ് എന്ത്, നമ്മുടെ tRNA എന്ന് പറയുന്നത്. tRNA എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിന്ന് സന്ദേശം ഇവിടെ കൊണ്ട് കൊടുക്കുന്നു, എത്തിക്കുന്ന ആളാണ് tRNA. tRNA അല്ല, mRNA. ഇനി ഇതാണ് മെസ്സേജ് ഒക്കെ കൊടുക്കുന്നതാണ് mRNA. ഇനി ഈ കാണുന്ന ഇതാണ് എന്ത്, tRNA എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊടുത്ത സന്ദേശങ്ങൾ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് tRNA എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേത് rRNA. rRNAയുടെ പ്രത്യേകത എന്താ? ഇത് റൈബോസോമൽ RNA ആണ് rRNA എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും ധർമ്മമുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, മെസ്സേജുകളെയൊക്കെ എന്ത് ചെയ്യുന്നു, DNA എത്തിക്കുന്നു. ഇനി ഇവിടെ rRNA ഈ മെസ്സേജുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി ഈ റൈബോസോമൽ RNA എന്താ ചെയ്യുന്നത്? റൈബോസോമുകളുടെ പ്രധാന ഘടകമാണ് ഈ റൈബോസോമൽ RNA എന്ന് പറയുന്നത്. അവിടെ അമിനോ ആസിഡുകൾ തമ്മിലുള്ള ബോണ്ട് രൂപീകരണത്തിന് സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ ഈ പറഞ്ഞ rRNA ആണ്. ഇനി നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ വിവിധ തരം എന്താണ് ജീവികളിലെ സ്വഭാവങ്ങളിലെ സാമ്യ വ്യത്യാസങ്ങളെക്കുറിച്ചാണ് ഇനി അടുത്ത് പറയുന്നത്. അപ്പോൾ ഇത് മുതൽ അടുത്ത ഒരു പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.